പേരാമ്പ്രയിൽ കാർ കത്തി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. രജിലാലാണ് മരിച്ചത്. രജിലാലിന്റെ ഭാര്യ സോന നേരത്തെ മരിച്ചിരുന്നു. ഇരുവരുടെയും മരണത്തിൽ ദുരൂഹത തുടരുകയാണ്. വിബീഷ് കേട്ടി വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. വിബീഷ്, എപ്പോഴായിരുന്നു മരണം സ്ഥിരീകരിച്ചത്? അനീഷ, മെയ് 16 പേരാമ്പ്ര ചെറുവണ്ണൂർ കക്കറമുക്കിൽ രാത്രി 9 മണിയോടെ കാറിന് തീപിടിച്ചാണ് രജിലാലിന് പൊള്ളലേറ്റത്. 65% പൊള്ളലേറ്റ് ഇദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ടോടെയാണ് ഇദ്ദേഹം മരിച്ചത്. ഈ അപകടത്തിൽ വലിയ ദുരൂഹതകൾ ഉയർന്നിരുന്നു. അതായത് ഈ അപകടം നടക്കുന്ന സമയത്ത്, അതായത് ഈ കാർ ഓടിച്ചിരുന്നത് രജിലാലാണ്. രജിലാലിൻ്റെ ഭാര്യ, അതായത് 6 മാസം ഗർഭിണിയായ ഭാര്യ സോന കാറിൻ്റെ പിൻസീറ്റിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പിൻസീറ്റിലാണ് പെട്ടെന്ന് തീ പടർന്നതും പെട്ടെന്ന് വലിയ സ്ഫോടനം രൂപത്തിലുള്ള പൊള്ളൽ തീ ഉയരുകയും ചെയ്തത്. ഈ സമയം കാറിനുള്ളിൽ നിന്ന് രജിലാൽ പുറത്തേക്ക് ഇറങ്ങി തൊട്ടടുത്ത തോട്ടിലേക്ക് ഓടിയാണ് അദ്ദേഹത്തെ തീ കെടുത്തിയത്. എന്നാൽ ഈ സമയം കാറിനുള്ളിൽ സോന ഉണ്ടായിരുന്നു. സോന അന്ന് വെന്തു മരിക്കുകയായിരുന്നു. പിന്നീട് സോനയുടെ ബന്ധുക്കളടക്കം ഇക്കാര്യത്തിൽ ഈ തീപിടുത്തത്തിൽ ചില ദുരൂഹതകൾ പറയുകയുണ്ടായി. ഇതോടെ പോലീസും അതുപോലെ തന്നെ ഫോറൻസിക് വിഭാഗവും പരിശോധന നടത്തിയപ്പോൾ കാറിൻ്റെ മുൻഭാഗത്തോ അതേപോലെ ബോണറ്റിൻ്റെ അടുത്തേക്കോ അതുപോലെ പെട്രോൾ ടാങ്കിൻ്റെ അടുത്തേക്കോ ഒന്നും തീ വന്നതായി സൂചനകൾ ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് കാറിൻ്റെ പിൻസീറ്റിൽ മാത്രം തീ പിടിച്ചത് എന്ന ചില ദുരൂഹതകൾ വന്നു. ഇക്കാര്യത്തിൽ വലിയ അന്വേഷണം നടക്കുന്നതിനിടെയാണ് സോന ഒരു പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങി പോകുന്ന ഒരു CCTV ദൃശ്യം പോലീസിന് ലഭിച്ചു. ഇതോടെ ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയായിരുന്നു. ഇക്കാര്യത്തിൽ വലിയ ദുരൂഹത തുടരുന്നതിനിടെയാണ് ഇന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുന്ന രജിലാൽ മരിച്ചത്.